വി എസ് ഈ സഖാക്കളുടെ ഒരു നക്ഷത്രമായി, ഒരു ചന്താരകമായി ഇങ്ങനെ ചെമ്പട്ട് പുതച്ച്, ഇങ്ങനെ പാർട്ടി പതാക പുതച്ച്, പാർട്ടി ചിഹ്നമണിഞ്ഞ് വി എസ് എന്ന കേരളത്തിൻ്റെ കണ്ണും കരളും കേരളത്തെ കാണാതെ കിടക്കുകയാണ്. കേരളം ആ വി എസിനെ കണ്ട് നടക്കുകയാണ്. ഈ കഥയും ഈ രാഷ്ട്രീയവും ഒരുപക്ഷെ അനുഭവവും അസാധാരണമായ രാഷ്ട്രീയ ജീവിതം നയിച്ച ഒരു നേതാവിൻ്റെ അസാധാരണമായ വിടവാങ്ങലിലാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വീകാര്യം പിന്നിട്ട് ചാവടിമുക്കിലേക്ക് വളരെ സാവധാനം എത്തുന്നു. കുഞ്ഞുങ്ങളെ തോളിലേറ്റി എത്തുന്ന രക്ഷിതാക്കളെ നിങ്ങൾക്ക് കാണാം. കൊച്ചുകുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന, കൊച്ചുകുട്ടികൾക്ക് ഈ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നവരെ നിങ്ങൾക്ക് കാണാം. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കാണാം. വാഹനമൊന്ന് നിർത്തിയാൽ അവിടേക്ക് പോയി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കാണാനായി ഇരുവശങ്ങളിൽ നിന്നുമായി ആളുകൾ എത്തിച്ചേരുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. ഓരോ ഇടങ്ങളിലും ആളുകൾ തിങ്ങിക്കൂടുന്ന എല്ലാ ഇടങ്ങളിലും വി എസ് അച്യുതാനന്ദനെ കാണാൻ, പ്രിയപ്പെട്ട വി എസിനെ കാണാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. വി എസ് ഇല്ല, ഇപ്പം കണ്ടമാന വിഷമങ്ങളുണ്ട്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. ചേച്ചി ഇവിടെയാണോ? ശരി. അപ്പോൾ വി എസിനെ സ്നേഹിക്കുന്ന മനുഷ്യരാണ്. ചേച്ചിയെ പോലെ എത്രയോ പേര് അല്ലേ? ചേച്ചി എന്താ ചെയ്യുന്ന തൊഴിൽ? ഞാൻ പാർട്ടിയിലാണ്, കേരള കോൺഗ്രസിലാണ്, സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും ഭാരവാഹിയാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് പേര്, ഒട്ടേറെ മനുഷ്യർ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട മനുഷ്യർ വി എസിനെ കാണാനായിട്ടെത്തുന്ന കാഴ്ചയാണ്. ഈ ദേശീയപാതയുടെ പാതയും ആ മനുഷ്യർ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. വളരെ നേരത്തെ നിശ്ചയിച്ചതുപോലെ വേഗതയിൽ പോകാൻ കഴിയുന്നില്ല. എല്ലാ ക്രമവും തെറ്റി, എല്ലാ സമയവും തെറ്റി. മലമ്പുഴയിൽ നിന്നാണ്. വി എസിന്റെ മലമ്പുഴയിൽ വി എസ് ഇല്ലാത്ത മലമ്പുഴയിൽ നിന്നാണ്. ഇനി കാണുന്നത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ ട്രെയിനിൽ വന്നു. എനിക്ക് കഴക്കൂട്ടത്ത് ഭാഗ്യത്തിന് ആ ട്രെയിന് എനിക്കിവിടെ നിർത്തി കിട്ടി. ഞാനിവിടെ വന്നു. അരുൺ സാറിന് ഈ എൻ്റെ വളരെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ആ വിയോഗം വിഷമത്തോടുകൂടി തന്നെ അവതരിപ്പിക്കും. കേരളം മുഴുവൻ തേങ്ങുകയാണ് ഒരർത്ഥത്തിൽ, ഉള്ളുലഞ്ഞാണ്. നമസ്കാരം. മലമ്പുഴയല്ലേ? സതീഷ് മലമ്പുഴയിൽ, ആലപ്പുഴയിൽ വി എസിന്റെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ? വി എസിന്റെ ഞാൻ കുട്ടനാട് വർക്ക് ചെയ്തിട്ടുണ്ട്. വി എസിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ കേരളത്തിൽ ഇതുപോലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന നേതാവ് വേറെയില്ല. ഏറ്റവും സാധാരണ തലത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ജീവിപ്പ് കാണുമ്പോൾ എന്താ തോന്നുക? ഇതൊരു എത്ര മണിക്കൂറായി ഇവർ കാത്തു? ഇല്ല, ഇത് കാത്തു നിൽക്കാൻ ഞങ്ങൾക്ക് 2 മണിക്ക് മുമ്പേ വന്ന് നിൽക്കുകയാണ് ഇവിടെ. ഇത് 2 ഇന്നലെ വെളുക്കുന്നതുവരെ നിൽക്കാൻ ആൾക്കാർ തയ്യാറാണ്. അത്രയ്ക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു മലയാളി നേതാവാണ്. കേരളത്തിലെ ഒരു നേതാവ് വി എസ് മാത്രമേ ഉള്ളൂ. ജനങ്ങളെ രാത്രിയിൽ ഈ മരണവാർത്ത ഇറങ്ങി AKG സെന്ററിന് മുന്നിൽ നിമിഷം കൊണ്ടൊരു ജനസാഗരം രൂപപ്പെട്ടിരുന്നു. ആ ജനസാഗരം വിളിച്ച് അതേ മുദ്രാവാക്യം അവർ ഏറ്റുവിളിക്കുകയാണ്. പാവങ്ങളുടെ പടത്തലവിൽ നിന്ന് കേരളം വിളിച്ചത് AKGയാണ്. പക്ഷേ രാഷ്ട്രീയ ബോധത്തിൻ്റെ, രാഷ്ട്രീയ നീതിയുടെ കാവലാൾ എന്ന് കേരളം വിശേഷിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട വി എസിനെയാണ്. എത്രയെത്ര സമര പോരാട്ടങ്ങളിൽ ഉജ്ജ്വലമായ സമരകഥ നമ്മൾ പറയാറുണ്ട്. കയറുപിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ എന്ന് പറയാറുണ്ട്. ആ കഥയിൽ ഉജ്ജ്വലമായ സമരചരിത്രം പേരുന്നൊരു മനുഷ്യനാണ് വി എസ്. നമ്മുടെ കാലത്ത് വി എസിനെ പോലെ സമരചരിത്രമുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്ന് പറയേണ്ടി വരും. AKGക്ക് ശേഷം AKG കർഷക സമരവുമായും മിച്ചഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് അന്ന് വി എസും AK ഗോപാലനോടൊപ്പം കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതത്തിനു വേണ്ടി, അവരുടെ ഭൂമി കയ്യേറിയ മാഫിയ സംഘത്തിനെതിരെ ശക്തമായി പോരാട്ടം നടത്തിയ വി എസിനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. എത്രയെത്ര സമര പരമ്പരകളിൽ കേരളത്തിന് ഊർജ്ജം പകർന്ന വി എസിനെയാണ് നഷ്ടമാകുന്നത്. കാത്തിരിക്കുന്ന മനുഷ്യർ, ഇരുപാതകളിലുമായിട്ട് കാത്തിരിക്കുന്ന മനുഷ്യർ, അവിടെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായം നടന്നു വരും. കായംകുളത്തുനിന്ന് വന്നാണ്. ആണോ? ഇതിന്റെ കൂടെ നടന്നു വരികയാണ്. ഇത്രയും നേരം തളരുന്നില്ല. സ്വീകാര്യം കഴിഞ്ഞ് ചാവടിമുക്കിലേക്ക് എത്തുമ്പോഴും സമാനമായൊരു ജനക്കൂട്ടം പ്രേക്ഷകർക്ക് കാണാം. ചെല്ലുന്നിടങ്ങളിലെല്ലാം മനുഷ്യരെത്തുകയാണ്. ചെല്ലുന്നിടങ്ങളിലെല്ലാം മനുഷ്യരെത്തുകയാണ്. വലിയ ആവേശത്തോടുകൂടി തങ്ങളുടെ, എന്നാൽ അതിലേറെ സങ്കടക്കടലുള്ളിൽ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട വി എസിനെ യാത്രയക്കാനായി സഖാക്കൾ എത്തുന്നത്, പ്രവർത്തകരെത്തുന്നത്, കേരളത്തിലെ സാധാരണ ജനങ്ങളെത്തുന്നത്. വി എസ് ഒരു വികാരമാണ് എന്നത് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തവുമാണ്. ഒരു വികാരമായി വി എസ് മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ചെറുപ്പക്കാരുണ്ട്, പ്രായം ചെന്ന മനുഷ്യരുണ്ട്. കണ്ഠം പൊട്ടുമാറുച്ചത്തിൽ വിളിക്കുകയാണ് വി എസിനെ.
യെസ് ഇല്ല. സഖാവിനെ കാണാൻ ഒരു നോക്കി കാണാൻ വേണ്ടി വന്നതാണ്. സഖാവിനെ ഇല്ലാത്ത കേരളമാണ്. സഖാവെത്തി അത് കണ്ട ആദർശം സഖാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയതാണ് എന്നാണ് VS ഇപ്പോൾ. നമുക്ക് ഇവിടെ ഈ വാഹനത്തിൻ്റെ തൊട്ട് മുന്നിൽ സ്വരാജ് കൂടിയുണ്ട്. സ്വരാജ് ഈ വാഹനത്തിൽ തൊട്ട് മുന്നിൽ വാഹനത്തിലുണ്ട്. സ്വരാജ്,